നമ്മൾ നോക്കുന്നത് മസ്റ്റ്, അതുപോലെ ഹാവ് ടു, അതുപോലെ ഹാസ് ടു എന്നിവയുടെ പ്രയോഗങ്ങളും അതിന്റെ ഉപയോഗമാണ് നമ്മൾ നോക്കുന്നത്. എവിടെയാണ് മസ്റ്റ് ഉപയോഗിക്കേണ്ടത്, എവിടെ ഹാസ് ടു ഉപയോഗിക്കാം, അതുപോലെ എവിടെയാണ് എന്തുപയോഗിക്കേണ്ടത്, ഹാവ് ടു ഉപയോഗിക്കേണ്ടത്. ഈ കാര്യങ്ങളാണ് നോക്കുന്നത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മസ്റ്റ്, ഹാസ് ടു, ഹാവ് ടു ഏതൊക്കെയാണ് കൂട്ടല്ലേ? മസ്റ്റ്, ഹാസ് ടു, ഹാവ് ടു ഇവ മൂന്നും കഴിഞ്ഞാലും വരുന്ന വെർബ് എപ്പോഴും V1 ആയിരിക്കും. ഏതൊക്കെയാണ്? മസ്റ്റ്, അതുപോലെ ഹാസ് ടു, അതുപോലെ ഹാവ് ടു. ഈ മൂന്ന് വാക്കുകളും കഴിഞ്ഞാൽ വരുന്ന വെർബ് V1 ആയിരിക്കും, വെർബിന്റെ ആദ്യത്തെ രൂപമായിരിക്കും. ഇനി എവിടെ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം, എവിടെ ഹാസ് ടു ഉപയോഗിക്കാം, അതുപോലെ എവിടെ എന്തുപയോഗിക്കാം, ഹാവ് ടു ഉപയോഗിക്കാം. നോക്കിയേ, തന്നിരിക്കുന്ന സെന്റൻസുകൾ. അപ്പൊ നമുക്കറിയാം വെർബിന് മുന്നിൽ ഒരു ഡാഷ് വന്നാൽ മസ്റ്റ് ഉപയോഗിക്കാം, ഹാസ് ടു ഉപയോഗിക്കാം, ഹാവ് ടു ഉപയോഗിക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മള് വെർബുകൾക്ക് മുന്നിലാണ് മസ്റ്റ് ഉപയോഗിക്കേണ്ടത്, ഹാസ് ടു ഉപയോഗിക്കേണ്ടത്, ഹാവ് ടു ഉപയോഗിക്കേണ്ടത്. അപ്പൊ വെർബിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു? വെർബ് എപ്പോഴും V1 ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന വെർബ് അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന സെന്റൻസിലെ പ്രവൃത്തി നമ്മൾ സ്വയം ഇഷ്ടത്തോടെ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും എന്തുപയോഗിക്കാം, മസ്റ്റ് ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പൊ എന്നാ എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന പ്രവൃത്തി വെർബിന് മുന്നില് മസ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രവൃത്തി സ്വന്തം ഇഷ്ടത്താൽ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അവിടെ മസ്റ്റ് ഉപയോഗിക്കാം. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും മസ്റ്റ് ഉപയോഗിക്കാം. കാരണം മസ്റ്റ് സിംഗുലാറും ആണ് പ്ലൂറലും ആണ്. അപ്പൊ സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മുന്നില് മസ്റ്റ് ഉപയോഗിക്കുക, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും. എന്നാൽ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഇവിടെ ഉപയോഗിക്കാം. ഒരു വാക്യത്തിന് മുന്നില് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നത് ആ പ്രവൃത്തി പരപ്രേരണയാൽ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ, അതായത് നമ്മൾ ഇഷ്ടമില്ലാതെ നിർബന്ധപൂർവം ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിൽ അവിടെ ഹാസ് ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കാം. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കുക. ഓക്കെ, ഹാസ് സിംഗുലാർ, ഹാവ് പ്ലൂറൽ ആണ്. അപ്പൊ സ്വന്തം ഇഷ്ടത്താൽ ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിൽ മസ്റ്റ് ഉപയോഗിക്കാം, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും. ഇഷ്ടമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് വരുന്നതെങ്കിൽ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കാം. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കുക. ഓക്കെ, ഒരു ചോദ്യത്തിലൂടെ നമുക്ക് നോക്കാം. ഐ ഡാഷ് മൈ ഡ്രസ് as I don't like anybody else wash my dress. ചോദ്യം കണ്ടല്ലോ, I dash my dress as I don't like anybody else wash my dress. കണ്ടല്ലോ, ഡാഷ് വാഷ് എന്ന് പറയുന്ന വെർബിന് മുന്നിൽ ഡാഷ് വന്നിരിക്കുന്നു. ഇനി ചോദ്യം വായിച്ചു നോക്കിയേ, I don't like anybody else wash my dress. എനിക്കിഷ്ടമില്ല, മറ്റാരും എന്റെ തുണി കഴുകുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇഷ്ടപ്പെട്ട് നമ്മൾ ആ ജോലി ചെയ്യുന്നതാണ്, ഇഷ്ടപ്പെടാതെ ചെയ്യുന്നതാണ്. മറ്റാരും എന്റെ തുണികൾ കഴുകുന്നത് എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കഴുകും. അപ്പൊ നമുക്ക് ഏത് ഉപയോഗിക്കാം? ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? മസ്റ്റ് ഉപയോഗിക്കാം. ഓപ്ഷനിൽ മസ്റ്റ് ഉണ്ട്, ഹാസ് ടു ഉണ്ട്, ഹാവ് ടു ഉണ്ട്, നൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? മസ്റ്റ്. അതായത് സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് ആ സെന്റൻസ് വായിച്ചപ്പോൾ മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, ഐ ഡാഷ് മൈ ഡ്രസ്. ഐ ഡാഷ് വാഷ് മൈ ഡ്രസ്. ഐ ഡാഷ് വാഷ് മൈ ഡ്രസ് ബിക്കോസ് ഐ ഹാവ് നോ സെർവൻസ്. ഞാൻ എന്റെ ഡ്രസ് വാഷ് ചെയ്യുന്നു. എന്തില്ല? എനിക്ക് സെർവൻസ് ഇല്ലാത്തത് കൊണ്ട്. സെർവൻസ് ഉണ്ടായിരുന്നെങ്കിൽ വാഷ് ചെയ്യുമായിരുന്ന? ഇല്ല, കാരണം എനിക്ക് ഇഷ്ടമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. സെർവൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ തുണികൾ വാഷ് ചെയ്യുന്നു. അപ്പൊ ഇഷ്ടത്തോടു കൂടി ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇഷ്ടമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തി. നമുക്ക് ഐ പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഹാവ് ടു ഉത്തരമായിട്ട് എഴുതാം.